ഇന്ന് എക്കണോമിക്സ് അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കംപ്ലീറ്റ് നമുക്കറിയാം 7-8 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ അതിലെ ഫുൾ ചാപ്റ്റർ വൈസ് വൺ വേർഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ അതിൽ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് വൺ വേർഡ് ക്വസ്റ്റ്യൻ കാറ്റഗറൈസ് ദ ഫോളോയിങ് ടേം ഇൻ ടു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. 4 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 2 എണ്ണം ക്വാണ്ടിറ്റേറ്റീവ് 2 എണ്ണം ക്വാളിറ്റേറ്റീവ്. ഇന്റലിജൻസ് ഓഫ് എ സ്റ്റുഡൻറ് ഇതെന്തായിരിക്കും? ദിസ് ഈസ് ക്വാളിറ്റേറ്റീവ്. ഇത് ഏതാണ്? ക്വാളിറ്റേറ്റീവ്. അതേപോലെ നമുക്ക് അളക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ക്വാളിറ്റേറ്റീവ്. മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ഇക്കണോമിക്സ് ഇക്കണോമിക്സിന് കിട്ടിയ മാർക്ക്. അപ്പൊ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് അളക്കാം. സോ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, അടുത്തത് ഇൻകം ഓഫ് ലേബറേഴ്സിന്റെ വരുമാനം. ഇൻകം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? വി ക്യാൻ മെഷർ ഇറ്റ്. സോ ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് വൺ ഹെൽത്ത് ഓഫ് ലേബറേഴ്സ്. ആരോഗ്യം cannot be measured. അപ്പൊ അതേതാണ്? ദിസ് ഈസ് ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ്. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് നമുക്ക് നോക്കാം ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. കണ്ടോ, ഇനി അടുത്തതും അത് തന്നെയാണ്. നമ്മുടെ ഈ വേരിയബിൾസ് തന്നിട്ട് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ആണ്. റിലിജിയൻ നമുക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിന് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അളക്കാൻ കഴിയും അല്ലെ. സോ ദാറ്റ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ്. രണ്ടാമത്തത് വെയിറ്റ് ആണ്, ഒരാളുടെ വെയിറ്റ് ഭാരം നമുക്ക് അളക്കാം അല്ലെ. സോ ദാറ്റ് ഇസ് ഓൾസോ വാട്ട്? ക്വാണ്ടിറ്റേറ്റീവ്. അതും എന്ത് തന്നെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇനി അടുത്തതാണ് എന്ത്? ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് കേട്ടോ, ക്വാളിറ്റേറ്റീവ് ആണ്. ക്ലിയർ? എന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ. ദിസ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്. ഇനി നമുക്ക് അടുത്ത് നോക്ക് പോപ്പുലേഷൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ. വൺ വേർഡ് ആണ്. ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിൽ ഏതാണ്? ക്വാണ്ടിറ്റി ആണോ, ക്വാളിറ്റി ആണോ, ക്രോണോളജി ആണോ, സ്പാഷ്യൽ ആണോ? ദാറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ്. കാരണം ജെൻഡർ cannot be measured. ഓക്കെ, നൗ കംസ് ദ റൈറ്റ് സിമിലർ ഇക്കണോമിക് ടേം ആണ്. അതായത് ഇക്കണോമിക് ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇക്കണോമിക് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വൺ വേർഡിന് ചോദിക്കും. വൺ ഹൂ ബൈ കണ്ടോ, ആരാണോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഈസ് നോൺ ആസ് കൺസ്യൂമർ. കണ്ടോ, അപ്പൊ നമ്മുടെ ഇക്കണോമിക് ടേം ആണ് എന്ത്? കൺസ്യൂമർ. രണ്ടാമത്തത് വൺ ഹൂ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആരാണോ സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹി ഈസ് നോൺ ആസ് വാട്ട്? ഹി ഈസ് നോൺ ആസ് പ്രൊഡ്യൂസർ. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് വൺ ഹൂ വർക്ക് ഫോർ സം അതർ പേഴ്സൺ ആൻഡ് പെയ്ഡ് ഫോർ ഇറ്റ്. ആർക്കോ വേണ്ടി പണിയെടുക്കുന്നു, പണിയെടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? വരുമാനം കിട്ടുന്നു. ആൻഡ് ഹി ഈസ് നോൺ ആസ് എംപ്ലോയി. അയാള് എന്താ വിളിക്കുന്നത്? തൊഴിലാളി കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നോക്കാം വൺ വേർഡ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ മെയിൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കഴിഞ്ഞത്. നൗ സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ. Pre-testing of questionnaire is known as what? Pilot survey. കേട്ടോ, മറന്നു പോകണ്ട. Pre-testing. Population in statistics means, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതിൽ ഉൾപ്പെട്ടവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അടുത്തത് a survey which includes every element of population. എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് മക്കളെ എന്ത്? സെൻസസ് സർവേ. കണ്ടോ, എവറി എലമെന്റ് എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു. ഒരാളെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സർവേ നടത്തുമ്പോൾ ഒഴിവാക്കുന്നില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻസസ്. അടുത്തത് ഡാറ്റ കളക്റ്റഡ് ഫ്രം എ ന്യൂസ് പേപ്പർ. കണ്ടോ, ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം വാട്ട്? സെക്കൻഡറി ഡാറ്റ. കണ്ടോ, ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കൂടെ വായിക്കുന്നത്. അപ്പൊ അതിന്ന് നമ്മൾ വായിക്കുന്നത് എന്താവും? സെക്കൻഡറി ഇൻഫർമേഷൻ. നൗ ദ നെക്സ്റ്റ് പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ്. കണ്ടോ, പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. Now comes third chapter, that is organization of data. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ
സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ. സ്പാഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ? സ്ഥലത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സ്പാഷ്യൽ അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു പ്ലേസ്. ഓക്കെ, അടുത്തത് ടാലി മാർക്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ്. ടാലി നമുക്ക് ഇങ്ങനെ ടാലി മക്കൾക്ക് അറിയില്ലേ, ഇങ്ങനെ എഴുതി ടാലി ചെയ്യുന്നില്ലേ? ഇത് എന്താ കാണിക്കുന്നത്? ക്ലാസ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, now the next one, classify the following into spatial classification and chronological classification. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം ക്രോണോളജി ആയിരിക്കും, 2 എണ്ണം സ്പാഷ്യൽ ആയിരിക്കും. മക്കളെ, സ്പാഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നേരെ മറിച്ച് ക്രോണോളജി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ നിങ്ങൾ ഓരോന്നും വായിച്ചു നോക്കുക. Population in India, rate of unemployment in 2018, crude oil price in 2020, GDP of China. കണ്ടോ? അപ്പൊ നോക്ക്, പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പോപ്പുലേഷനാ. അപ്പൊ അത് എന്താ മക്കളെ? സ്പാഷ്യൽ, സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ലേ? സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ്. റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ 2018, അവിടെ നമ്മളൊരു വർഷം മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ അത് എന്ത് ക്ലാസിഫിക്കേഷൻ ആണ്? ഇറ്റ് ഈസ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതേതാണ്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തത് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻ 2020. 2020 ക്രൂഡ് ഓയിൽ പ്രൈസ് ആണ് ചോദിച്ചത്. അപ്പം അതിലും ഒരു വർഷം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അതും എന്ത് തന്നെയാണ് മക്കളെ? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നൗ GDP ഓഫ് ചൈന, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, രാജ്യത്തിന്റെ പേര് വന്നു പോയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. Now identify 2 discrete variables from the following. ഈ 4 എണ്ണം തന്നേല് 2 എണ്ണം ഡിസ്ക്രീറ്റ് ആണ്, 2 എണ്ണം ഡിസ്ക്രീറ്റ് ആ. അതിൽ ആ 2 എണ്ണം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. കണ്ടോ? 2 discrete variable. അപ്പൊ നോക്കിയേ, ഹൈറ്റ് ഓഫ് എ സ്റ്റുഡന്റ്. ഹൈറ്റ് ഓഫ് എ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നമുക്ക് പോയിന്റിലൊക്കെ വരും അല്ലെ? അപ്പൊ അതല്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം. യെസ്, ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടെ എണ്ണം നമ്മൾ എപ്പോഴും എന്താ പറയാ? പ്യുവർ നമ്പറിൽ തന്നെയാ പറയാ. അതിന് ഡിവിഷനോ ഫ്രാക്ഷനോ ഒന്നുമില്ല. നമ്പർ ഓഫ് ഫിഷസ് ഇൻ എ ടാങ്ക്, അതും കറക്റ്റ് ആണ്. നേരെ മറിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ്, 2.5 കിലോമീറ്റർ, 5.5, 3.5, 3.25 കിലോമീറ്റർ എന്നൊക്കെ വരില്ലേ? അപ്പൊ അതുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, നമ്പർ ഓഫ് ഫിഷസ് ഇൻ എ ടാങ്ക്. Which of the following is a discrete variable? Yes, discrete variable എന്ന് പറഞ്ഞാൽ അതിനെ പ്യുവർ നമ്പർ, ഡിവിഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഇതിൽ റെയിൻഫാൾ ആണോ, പോപ്പുലേഷൻ ആണോ, ടെമ്പറേച്ചർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? പോപ്പുലേഷൻ ആണ്. കാരണം അത് നമ്പർ, ആളുകളുടെ എണ്ണം അല്ലേ എടുക്കുന്നത്. അതിൽ നമ്മൾ 100 എണ്ണം, 500 എണ്ണം എന്നൊന്നും അരക്കണക്കും മുക്കാക്കണക്കും ഒന്നും ഇല്ലല്ലോ. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ ഉണ്ട്. ഓക്കെ, now the next one, the upper limit of a class 20 to 30 എന്നുള്ളൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ അപ്പർ ലിമിറ്റ് ഇതാണ് ലോവർ ലിമിറ്റ് അല്ലേ? അപ്പൊ ഇതിൽ അപ്പർ ലിമിറ്റ് എത്രയാണ്? 30 അല്ലേ? now the next one, fourth chapter ആണ്. now presentation of data. അതിൽ ചോദിക്കുന്ന one word നോക്കിയേ. which one of the following is a frequency diagram? നമുക്കറിയാം പല ടൈപ്പ് ഡയഗ്രം ഉണ്ട്. we have geometric diagram, frequency diagram, arithmetic line graph. അതിൽ frequency diagramത്തിൽ വരുന്നതാണ് മക്കളെ ഏത്? ഹിസ്റ്റോഗ്രാം. ബാക്കി എല്ലാം നമുക്ക് എന്താണ്? ജോമെട്രിക് ഡയഗ്രം ആണ്. ഓക്കെ, now the next one, which of the following is an example of geometric diagram? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ജോമെട്രിക് ഡയഗ്രത്തിന് എക്സാമ്പിൾ ഹിസ്റ്റോഗ്രാം ആണോ, ബാർ ഡയഗ്രാം ആണോ, ഫ്രീക്വൻസി കർവ് ആണോ, ഒജീവ് ആണോ? we have bar diagram here. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഫ്രീക്വൻസി ഡയഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാമും ഒജീവ്സും ഫ്രീക്വൻസി കർവും ഒക്കെ ജോമെട്രിക് ഡയഗ്രാം അല്ല, ഫ്രീക്വൻസി ഡയഗ്രാം ആണ്. ഈ ഒരൊറ്റ ഒന്ന് മാത്രം ബാർ ഡയഗ്രാംസും പൈ ഡയഗ്രാമും ആണ് നമ്മുടെ എന്ത്? ജോമെട്രിക് ഡയഗ്രാം. ഇനി അടുത്തത് 5ാമത്തെ ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്ന നമ്മുടെ പ്രോബ്ലം തുടങ്ങുന്ന ചാപ്റ്ററിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് 1 word ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ടീഷൻ വാല്യൂ? പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാം. ഡാറ്റയെ തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നത്, വിഭജിക്കുന്നത് ഏതാണ്? ഇതിനകത്ത് മീഡിയൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മീഡിയൻ ഡിവൈഡ്സ് ഡാറ്റ ഇൻടു 2 equal parts അല്ലേ? അടുത്തത് വിച്ച് ഓഫ് ദ മോസ്റ്റ് ഫ്രീക്വൻലി ഒബ്സർവ്ഡ് വാല്യൂ ഇൻ എ സീരീസ്? ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് ഏതാ മക്കളെ? മോഡാണ്. അത് പലപ്പോഴായിട്ട് 1 word ചോദിച്ചതാണ്. ദ മോസ്റ്റ് ഫ്രീക്വൻലി ഒക്കറിങ്, ചിലപ്പോൾ ഒബ്സർവ്ഡിന് വരെ ഒക്കറിങ് എന്നുള്ള ടേം ആയിരിക്കും കേട്ടോ. ഒക്കറിങ് ഐറ്റം ഇൻ എ സീരീസ് എന്ന് പറഞ്ഞ ഏതാണ്? മോഡാണ്.
അടുത്തത് the sum of deviation of item about arithmetic mean is always x minus x bar ന്റെ value is always is equal to what? 0 ആണ്. Okay, sum of deviation of items about arithmetic mean കണ്ടോ അപ്പോൾ ചാടിക്കറി എഴുതിക്കൊള്ളാം, the value will be 0. The measure of center tendency which divides data into two equal parts, ഒരു ഡാറ്റയെ രണ്ട് തുല്യ ഭാഗമാക്കുന്നതാണ് മക്കളെ എന്ത്? നമ്മുടെ മീഡിയൻ. Okay. Okay, now which of the following is the most frequently observed value in a series? Same ആണ്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നതാണ് എന്ത്? മോഡ്. Now the next one, which average is affected by the presence of extreme items? അതായത് ഒരു എക്സ്ട്രീം ഏതാണ്? നമ്മൾ പഠിച്ച 3 ആവറേജിൽ ഇതിൽ ഒരു ആവറേജ് ഒരു കുറേ ഐറ്റത്തിനെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അരിത്മെറ്റിക് മീൻ ആണ് കേട്ടോ. Okay, now comes which of the following diagram helps to locate median? അതായത് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് curve ഡയഗ്രാം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is ogives ആണ്. മറന്നു പോകണ്ട, നമ്മൾ ഇങ്ങനെ പഠിക്കുക, ogive equals what? Median. ഇങ്ങനെ പഠിക്കണം കേട്ടോ. ogives equals median while histogram equals what? Histogram equals what? It equals mode. ഇത് മറന്നു പോകണ്ട കേട്ടോ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. Now comes the 6th chapter, that is correlation. അത് നോക്കാം. correlationൽ when you spend more time in studying, നിങ്ങൾ കൂടുതൽ പഠിക്കും തോറും നോക്കിക്കോളൂ, കൂടുതൽ പഠിക്കും തോറും the chances of failing, ഇത് falling അല്ല, the chances of failing decline, അതായത് തോൽക്കാനുള്ള ചാൻസ് കുറയുന്നു. അപ്പൊ കൂടുതൽ പഠിക്കും തോറും തോക്കാനുള്ള ചാൻസ് കുറയുന്നു. രണ്ട് വേരിയബിൾസും പരസ്പരം എന്താ പറയുക ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് കോറിലേഷൻ ആണ്. Now the next one, represent the following in a suitable diagram. Okay, ഇത് suitable diagram-ത്തിൽ വരയ്ക്കാനാണ്. പോസിറ്റീവ് കോറിലേഷൻ നമുക്കറിയാം, പോസിറ്റീവ് കോറിലേഷൻ ദാ ഇങ്ങനെ ഇരിക്കും, നെഗറ്റീവ് കോറിലേഷൻ ഇങ്ങനെ ഇരിക്കും, പെർഫെക്റ്റ് പോസിറ്റീവ് ദാ ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആരോ ഇടുക കേട്ടോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓക്കെ. Now third one, പെർഫെക്റ്റ് പോസിറ്റീവ്. പെർഫെക്റ്റ് പോസിറ്റീവിന്റെ ഡയഗ്രാം ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ഓൺ ദ ലൈൻ ആയിരിക്കും. അടുത്തതാണ് പെർഫെക്റ്റ് നെഗറ്റീവ്, അപ്പൊ അത് ഇങ്ങനെ ഇരിക്കും ഓൺ ദ ലൈൻ. ഓക്കെ, അടുത്തത് നെഗറ്റീവ് ലീനിയർ കോറിലേഷൻ ആണ്. നെഗറ്റീവ് ലീനിയർ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നോൺ ലീനിയർ ഇങ്ങനെ ഒന്ന് കേർവ് ആക്കി കഴിഞ്ഞാൽ മതി. ഇതാണ് നെഗറ്റീവ് നോൺ ലീനിയർ കോറിലേഷൻ. ഇത് ഓക്കെ. Now the next one, the range of simple correlation coefficient always lies in between -1 and +1. കോറിലേഷന്റെ വാല്യൂ എപ്പോഴും കിടക്കുന്നത് -1ന്റെയും +1ന്റെയും നടുക്കായിരിക്കും. അടുത്ത which of the following price index depends on base period quantity? അതായത് ബേസ് പീരിയഡ് നിങ്ങൾക്ക് ലാസ്റ്റ് പിയേഴ്സിന്റെയും പാഷീസിന്റെയും പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട് ഇസ് ദ ഫോർമുല ലാസ്റ്റ് പിയേഴ്സിന്റെ ഫോർമുല എന്താ മക്കളെ? സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q0 into 100. ഇതാണ് ലാസ്റ്റ് പിയേഴ്സ്. നമുക്കറിയാം പാഷീസ് ഫോർമുല സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 into 100. മക്കളെ ഇതിൽ ചോദിച്ചത് ബേസ് പീരിയഡ് ക്വാണ്ടിറ്റി ആണ്. ബേസ് പീരിയഡ് ക്വാണ്ടിറ്റി വന്നാൽ Q0 അല്ലേ? അപ്പൊ അത് ആൻസർ എന്താ? ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പറാ. പാഷീസ് ആയിരുന്നെങ്കിൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആയേനെ കേട്ടോ. Okay, now the last chapter, that is index number. അതിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യനേ വൺ വേർഡ് ഉള്ളൂ. ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് 1978-79 ബേസ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. Now the next, which index number is known as cost of living index number? That is consumer price index number. We call it as CPI. Okay, a consumer price index number measure changes in retail price. Consumer price index number. Now which index number indicates changes in general price level? Wholesale price index number. The general price level മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പർ wholesale price index ആണ്. Now the last chapter, use of statistical tools. Complete the following table. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. Okay, steps towards making a project. First of all, ഫസ്റ്റ് വിട്ടിട്ടുണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഇല്ല, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല, സിക്സ്ത് ഇല്ല, സെവൻത്ത് ഇല്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? യെസ്, ഐഡന്റിഫൈങ് എ പ്രോബ്ലം. ഐഡന്റിഫൈങ് പ്രോബ്ലം, അതാണ് ആദ്യം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു പ്രോജക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണ്ടേ? അതാണ് ഐഡന്റിഫൈങ് പ്രോബ്ലം. രണ്ടാമത് ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത് മൂന്നാമത്തെ നമുക്ക് ഇവിടെ എഴുതാം. എന്താ അടുത്തത്? കളക്ഷൻ ഓഫ് ഡാറ്റ. വേണ്ടേ? നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? കളക്ഷൻ ഓഫ് ഡാറ്റയിലേക്ക് പോകണം.
ഓക്കെ കളക്ഷൻ ഓഫ് ഡാറ്റ കഴിഞ്ഞാൽ നമ്മൾ നാലാമത്തെ എന്താണ് യെസ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ അല്ലേ നമുക്ക് ഡാറ്റ എന്ത് ചെയ്യണം പ്രസന്റ് ചെയ്യണം പ്രസന്റേഷൻ ഓഫ് ഡാറ്റ ഓക്കെ അടുത്ത എന്താണ് യെസ് അടുത്ത അഞ്ചാമത്തെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വേണ്ടേ അഞ്ചാമത്തത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അതാണ് അടുത്തത് കേട്ടോ ഇന്റർപ്രിട്ടേഷൻ നടത്തണം അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം ആറാമത്തത് നമുക്ക് എന്ത് ചെയ്യണം ഒരു കൺക്ലൂഷൻ കൊടുക്കണം വേണ്ടേ അവസാനം നമ്മൾ പ്രോജക്റ്റിന് സെമിനാർ എന്തായാലും അതിനൊരു കൺക്ലൂഷൻ ഏഴാമത്തതാണ് മക്കളെ എന്ത് ബിബിലിയോഗ്രഫി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2 മാർക്കിന് 4 മാർക്കിനൊക്കെ സ്ഥിരം നമ്മുടെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ 1 വേർഡുകളാണ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഓക്കെ